ഹലോ ഫ്രണ്ട്സ്, തിങ്കൾ ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നല്ല അടിപൊളി കുറേ പ്ലാന്റ്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ്. നമ്മുടെ സെയിൽ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. നല്ല അടിപൊളി പെർഫ്യൂമിൻ്റെ മണമുള്ള നല്ല അടിപൊളി സൺഡേ മണ്ടയുടെ തൈ വന്നിട്ടുണ്ട്. നല്ല ഹൈബ്രിഡിൻ്റെ തൈകളാണ്. നല്ല ഹൈബ്രിഡ് കണ്ടില്ല, ഇഷ്ടം പോലെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നു. നല്ല അടിപൊളി മണമുള്ള സൺഡേ മണ്ടേ പ്ലാന്റിൻ്റെ തൈ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ എല്ലാ വിജയവും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാ പ്ലാന്റ്സും ഒന്ന് കണ്ടു നോക്കി അതിൻ്റെ വിലയും എല്ലാം ഒന്ന് കാണാൻ കേൾക്കാം. ഓക്കെ, നല്ല പ്ലാന്റ്സ് ഞാൻ സെയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. DTDC, പ്രൊഫഷണൽ കൊറിയർ, പോസ്റ്റ് ഓഫീസ്, സ്പീഡ് പോസ്റ്റ് എല്ലാം നമുക്ക് അവൈലബിളാണ്. ഏത് സ്ഥലത്തേക്കും നമുക്ക് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം നമുക്ക് പ്ലാന്റ്സ് അവൈലബിളാണ്. അതുപോലെ എത്തിച്ചു തരും. CC കൊറിയർ വഴി ഏത് കൊറിയറാണോ നിങ്ങൾക്ക് ആവശ്യം ആ കൊറിയർ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പ്ലാന്റ്സ് എത്തിച്ചു തരുന്നതാണ്. ഇത് നോക്കി, ഇതൊരു റെഡ് ഫാമിൻ്റെ തൈയാണ്. അത് സിംബ നേരത്തെ വന്ന് അതിൻ്റെ ചുവട്ടിലിരിക്കുകയാണ്. ഞാൻ എങ്ങോട്ട് കഴിഞ്ഞാലും എനിക്ക് കാവലാളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പാവമാണ് അവൻ. ഏതാണ്ട് ഇതിൻ്റെ റെഡ് കളർ കണ്ട് എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിയേ. ഇത് ചെറുതിലേ തന്നെ വലിയ റെഡൊന്നുമില്ല, ഗ്രീൻ കളർ പോലെ നിൽക്കും. പക്ഷേ ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്ക് അവർക്ക് കളറായി വരും. ഇത് നല്ല അടിപൊളി ഹൈഡ്രേഞ്ച് പ്ലാന്റ് ആണ്. ആദ്യം ഫ്ലവർ വരുമ്പോൾ വൈറ്റ് ആണെങ്കിൽ ഇത് വയലറ്റ് ഫ്ലവറാണ്. അതുകൊണ്ട് ചെറുതായിട്ട് വയലറ്റ് കളർ ആയി വരുന്നുണ്ട്. വയലറ്റ് കളറിൻ്റെ അടിപൊളി പ്ലാന്റാണ്. 3-4 തണ്ടായിട്ട് വന്ന ഇത് കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇത്രയും നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റാണ് നമ്മൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതേ പ്ലാന്റ്സ് തന്നെ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. കണ്ടില്ല, ഇതൊക്കെ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ വരുന്നുണ്ട്. എല്ലാത്തിനും ഫ്ലവർ ആകാറായ പ്ലാന്റാണ്. ബാക്കി എല്ലാം ഫ്ലവർ ഇങ്ങനെ ആകാറായി നിൽക്കുകയാണ്. നല്ല പ്ലാന്റ്സാണ്. ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊന്ന് വെച്ചാൽ ഒരു ഫ്ലവറിങ് പ്ലാന്റ് വേണമെങ്കിൽ ഇതിൻ്റെ ഓരോ തണ്ടിലും ഇങ്ങനെ ഫ്ലവർ നിറഞ്ഞിട്ട്, അതും വലിയ ബൊക്ക പോലത്തെ വലിയ ഫ്ലവറിൻ്റെയാണിത്. നമ്മുടെ ഹൈബ്രിഡിൻ്റെ തൈയാണ്. ഹൈബ്രിഡ് ഹൈഡ്രേഞ്ച് പ്ലാന്റിൻ്റെ തൈകളാണ് ഇതെല്ലാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരിക. കമൻറ്റിൽ ഒന്ന് എഴുതിയാൽ ഞാൻ കമൻറ്റിനൊന്നും റിപ്ലൈ എഴുതാൻ എനിക്ക് പറ്റുന്നില്ല. ഫോൺ അങ്ങ് ഹാങ് ആകുന്നത് കൊണ്ടാണ്. നമുക്കിനി മെലസ്റ്റോമയുടെ പ്ലാന്റൊക്കെ ഒന്ന് നോക്കാം. ഇതെല്ലാം മെലസ്റ്റോമയുടെ നല്ല തിക്കായിട്ടുള്ള വലിയ പ്ലാന്റുകളാണ്. ഇത് കണ്ടില്ലേ, വലിയ പ്ലാന്റാണ്. എല്ലാം മൊട്ടും ഫ്ലവറും എല്ലാം നിൽക്കുന്ന വലിയ വൈറ്റിൻ്റെയും വയലറ്റിൻ്റെയും നമുക്ക് അവൈലബിളാണ്. ഇതൊക്കെ നല്ല തിക്കായിട്ടുള്ള വലിയ പ്ലാന്റാണ്. ഇതെല്ലാം മുട്ട് വന്ന് നിൽക്കുന്നതാണ്. എല്ലാത്തിനും നിറയെ മുട്ടായതാണ് മെലസ്റ്റോമ പ്ലാന്റ്. 2 കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. കളർ ഞാൻ കാണിക്കാം. ഇതാണ് ഒരു കളറ്. പിന്നെ ഒരു കളറ് വൈറ്റിനകത്ത് പിന്നെ പൂമ്പൊടിക്ക് ഈ കളർ വരുന്നത്. ഇത് വൈറ്റ്, അപ്പുറത്തിരിപ്പുണ്ട് വൈറ്റിൻ്റെ ഫ്ലവർ ഇതാണ്. ഉണ്ട്, നല്ല ഭംഗിയില്ല ആ കളർ വരുന്നത്. നല്ല ഹൈറ്റായിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ്. എല്ലാം നല്ല ബുഷിയായിട്ട് കണ്ടില്ലേ. ഇതാണ് സൈസ് വരുന്നത്. എല്ലാം നല്ല ഫ്ലവറും മുട്ടും ഒക്കെ ആയതാണ്. എല്ലാത്തിലും മുട്ടായതാണ്. മെലസ്റ്റോമയുടെ ഒരുപാടേറെ തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര തൈ വേണേലും വാട്സപ്പിൽ വരിക. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഗാർഡനകത്ത് നിറയെ പൂക്കളായി നിൽക്കും. നല്ല ഭംഗിയാണ്. പൂക്കൾ കൊണ്ട് ഗാർഡൻ നിറയ്ക്കണമെങ്കിൽ നമുക്ക് മെലസ്റ്റോമയുടെ 2 ഈ കളർ വെക്കുമ്പോൾ തന്നെ നല്ല ഇതാണ്. പിന്നെ നമുക്ക് ആന്തൂറിയ പ്ലാന്റ് ഞാൻ കുറച്ച് കളർ കല്ലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, പിങ്ക് ഉണ്ട്. ബ്ലാക്ക്, ഈ കളർ നമുക്ക് അവൈലബിൾ ആണ്. ആന്തൂറിയം പ്ലാന്റ്. വാട്സപ്പ് നമ്പറിൽ വന്ന് നിങ്ങൾ ബില്ല് പേ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടാൻ മറക്കരുത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് കിട്ടാത്തവർ എന്നെ പ്ലാന്റ്സിൻ്റെ കിട്ടിയില്ല എന്നുള്ളത് 3 ദിവസത്തിനകം അറിയിക്കണം. അതുപോലെ ഇത്രാം തീയതി ഞാൻ അയച്ചു തരുമെന്ന് പറഞ്ഞാൽ അന്ന് അയച്ചു എന്നൊക്കെ വൈകിട്ട് അന്വേഷിക്കണം. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരുമല്ലോ. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഞാൻ അയച്ചു തന്ന് 3ൻ്റെ അന്ന് കിട്ടിയില്ലെങ്കിൽ 3ാമത്തെ ദിവസം തന്നെ നിങ്ങൾ എന്നെ അറിയിക്കണം.
നല്ല ജാസ്മിൻ, അതായത് മുല്ലയുടെ നല്ല തൈകളാണിത്. എപ്പോഴും മുല്ലപ്പൂവാണ്. നിത്യമുല്ല എന്ന് പറയുന്നത് പോലെ തന്നെ നിറയെ മുല്ലപ്പൂക്കൾ പിടിക്കുന്ന ഒരു പ്ലാന്റാണിത്. ആ പൂവും നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് മുല്ലയുടെ. നല്ല വലിയ പ്ലാന്റ്, നല്ല ഒരുപാട് തണ്ടുകളൊക്കെ ഉള്ള നല്ല വലിയ പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഫ്ലോറാഡ പ്ലാന്റ്, അത് നല്ല വലിപ്പമുള്ള വലിയ പ്ലാന്റാണ്. നേരത്തെ നമ്മൾ ഇതിന് 70ൻ്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു, കൊടുത്തിരുന്നു. ഇപ്പം നല്ല അതിനേക്കാൾ ഇച്ചിരി വലിയ വലിപ്പമുള്ള പ്ലാന്റാണ് എല്ലാം ഉള്ളത്. ഇത് ഇരിക്കും തോറും വിലയാണല്ലോ, ഓരോ പ്ലാന്റും വളരുന്നതനുസരിച്ച് അതിൻ്റേതായ. ഇത് നമ്മുടെ കിലുക്കി പ്ലാന്റാണ്. കിലുക്കി പ്ലാന്റിൻ്റെ 20ൻ്റെ തൈകളെല്ലാം തീർന്നു, ഇനി 40ൻ്റെ തൈകളേ ഉള്ളൂ. 40ൻ്റെ വലിയ ഫ്ലവറിഡാറായ പ്ലാന്റാണ് എല്ലാം. ഇതുകൊണ്ട് എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കിയാൽ ഈ ഫ്ലവർ കാണാൻ. ഒരു പൂന്തോട്ടം, ഒരു ഗാർഡൻ നമുക്കുണ്ടെങ്കിൽ ഒരു കിലുക്കി പ്ലാന്റ്, അതായത് ശലഭച്ചെടി വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിൻ്റെ തേൻ നുകരാൻ തന്നെ എന്തും വേണ്ടി ശലഭങ്ങൾ വരും. അത് തന്നെ ഒരു നന്മയാണല്ലോ. നമ്മുടെ ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണല്ലോ. ഈ തേൻ കുടിക്കാനായിട്ട് ഇഷ്ടംപോലെ ശലഭങ്ങൾ വരും. അത് നമ്മുടെ മനസ്സിന് നല്ല കുളിർമയുമാണ്. ഇനി നമുക്ക് കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കാണാം. കലാത്തിയയുടെ വേരിഗേറ്റഡ് കലാത്തിയയുടെ ഒരുപാട് തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇപ്പം വന്ന പ്ലാന്റുകളാണ്. നല്ല ഭംഗിയുള്ള തിക്കായിട്ടുള്ള പ്ലാന്റാണ്. ഇതിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈയാണ് നമുക്ക് 70 രൂപ എന്ന് പറയുന്നത് വേരിഗേറ്റഡ് കലാത്തിയയുടെ. നമുക്ക് ഈ തൈകളും ഉണ്ട്, എല്ലാം അവൈലബിളാണ്. ഇത് ചാമ്പയെന്ന് പറയുന്ന ഫ്രൂട്ട്സിൻ്റെ തൈയാണ്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റാണ് നമുക്ക് ഇതിൻ്റെ സെയിലിനായിട്ടുള്ളത്. ഇത് നമ്മുടെ മൾബറിയാണ്. മൾബറിയും നമുക്ക് സെയിലിനുണ്ട്. മൾബറിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ മൾബറി പഴമാണ്. അതുപോലെ നമ്മുടെ തെച്ചി, ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ്. ഈ ഫ്ലവർ ഒന്ന് നോക്കണം, നല്ല ഭംഗിയാണ് ഈ ഫ്ലവർ കാണാനായിട്ട്. നമ്മുടെ ഒരു കൈത പോലത്തെ ഒരു ചെടിയാണ്. ഈ ഫ്ലവർ ഒന്ന് നോക്കിയേ, നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ടോ, ഒന്നിൻ്റെ പുറത്ത് ഒരു ഫ്ലവർ വീതം കണ്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ഈ തെച്ചി നമുക്ക് അവൈലബിൾ ആണ്. അതായത് എക്സോറ പ്ലാന്റ് ആണ്. എക്സോറയുടെ ഈ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. എത്ര തൈ വേണേലും തെച്ചി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ലൈറ്റ് കളറ് ഉണ്ട്. ഇതുപോലെ ഇതേലെ വലിയ ചട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. തെച്ചിയുടെ വലിയ ചട്ടി ഇതുപോലെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലെ ഇത് നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരെനിക്ക് ഞാനങ്ങ് മറന്നുപോയി. അത് ലീഫിനടിയിലൊക്കെ ഒരു റെഡ് കളർ വയലറ്റ് കളർ പോലെ വരുന്ന പ്ലാന്റിൻ്റെ. ഇതിൻ്റെ ഏകദേശം നല്ല ഹെൽത്തി ആയിട്ടുള്ള 40ൻ്റെ തൈയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെച്ചിയുണ്ട്, കമ്മലിൻ്റെ കണക്കുള്ള നല്ല ഫ്ലവറാണ് ഇതിന്. ഇതിൻ്റെ വലിയ പ്ലാന്റ് ഫ്ലവറോട് കൂടി 100 രൂപയാണ്. കണ്ട നല്ല ഭംഗിയാണിത് കാണാൻ. ഈ തെച്ചി എക്സോറ പ്ലാന്റ് നമ്മുടെ സൺഡേ മൺഡേ പ്ലാന്റ് ആണിത്. യെസ്റ്റർഡേ ടുഡേ എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഹൈബ്രിഡിൻ്റെ നല്ല തൈ 60നുണ്ട്. നല്ല ഇഷ്ടംപോലെ ഫ്ലവർ ഇടുന്ന സൺഡേ മൺഡേയുടെ പ്ലാന്റാണ് നമുക്ക് 60ന് ഉള്ളത്. ഇനി കലാത്തിയ കാണാം. കലാത്തിയയുടെ ഇതിൻ്റെ ഒരു തൈ നമുക്ക് അവൈലബിൾ ആയിട്ട് ഓരോ തൈ വീതമാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ നമുക്ക് അവൈലബിളാണ്. അതുപോലെ വേറൊരു കലാത്തിയ, ഈ കലാത്തിയയുടെയും തൈ നമുക്ക് അവൈലബിളാണ്. ഇതെന്ത് ഭംഗിയാണ് നോക്കി. ഇതിൻ്റെ തന്നെ ഇതുപോലെ ഇതിൻ്റെ ലീഫിനും ഇങ്ങനെ ഒരു വര വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേരിഗേറ്റഡ് കലാത്തിയ എന്ന് കാണാം. വേരിഗേറ്റഡ് കലാത്തിയാണിത്. ഈ കലാത്തിയയുടെ തൈ നമുക്ക് അവൈലബിളാണ്. അതുപോലെ ഇത് വേരിഗേറ്റുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയായി നമുക്ക് അവൈലബിളാണ്. എത്ര തൈ വേണേലും നമുക്ക് വേരിഗേറ്റഡിൻ്റെയും ഈ ഗ്രീൻ കളറിൻ്റെയും ഉണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് നല്ല അടിപൊളി കുറേ പ്ലാന്റ്സിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരും. ഇത് കണ്ടേ, കലാത്തിയ നല്ല ഭംഗിയില്ലേ കാണാൻ. അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.